ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഒരു ആകാശയാത്ര. ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമത്തിൽ ജനിച്ച ജെയ്സ് വർഗീസ് ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. സ്വന്തം നിലയിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താണ് ജെയ്സ് സ്വന്തം ജന്മനാടായ വണ്ടൻമേട്ടിലേക്ക് ഇത്തവണ പോയത്. അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് തന്റെ 18-ാം വയസ്സിൽ കുടിയേറിയതാണ് വ്യവസായിയായ ജെയ്സ് വർഗീസ്. ജന്മനാടായ വണ്ടൻമേട്ടിലേക്ക് അതിനുശേഷം പലതവണ മടങ്ങിയെത്തിയെങ്കിലും ഇത്തവണത്തെ യാത്ര അല്പം സ്പെഷ്യലാണ്. ഈ യാത്ര ജെയ്സ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. തന്റെ നാടിന്റെ ആകാശക്കാഴ്ച കാണാനുള്ള ആഗ്രഹമാണ് ഇവിടെ സഫലീകരിക്കപ്പെടുന്നത്. ഞാൻ ഇവിടെ കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വണ്ടൻമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ ഇവിടുന്ന് 18 വയസ്സായപ്പോൾ US പോയതാണ്. വേൾഡ് വൈഡ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഹെലികോപ്റ്റർ. അപ്പം നമ്മുടെ ജനിച്ച നാടും സ്കൂളും പരിസരങ്ങളൊക്കെ കാണുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനൊരു ഹെലികോപ്റ്റർ അറേഞ്ച്മെൻറ്റ് നമ്മൾ നടത്തിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് തേക്കടി, മൂന്നാറിനടുത്ത ഒരു സ്ഥലങ്ങളെ കമ്പം, ചേറ്റുകുഴി, വണ്ടമ്മയുടെ സ്കൂളിൽ പോയി ഇറങ്ങി ലാൻഡ് ചെയ്തു. ഒരു എയറിൽ കൂടെ നമ്മൾ റോഡിൽ കാണുന്നത് എയറിൽ കൂടെ കാണുക എന്നൊരു ആഗ്രഹം ചെറുപ്പം മുതലേ നേരത്തോട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസിലാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ജെയ്സ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ചാലക്കുടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. തൊടുപുഴയിൽ ഇറങ്ങി ഇന്ധനം നിറച്ച ശേഷം വണ്ടൻമേട്ടിലേക്ക് 3 മണിക്കൂറിലേറെ റോഡ് മാർഗം യാത്ര ചെയ്യേണ്ട ദൂരം താണ്ടിയത് 15 മിനിറ്റ് കൊണ്ടാണ്. താൻ പഠിച്ച സ്കൂളിലും തന്റെ ബന്ധുക്കളെയും ഒക്കെ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഇത്തരം ചിലവേറിയ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ശേഷിയുണ്ടെങ്കിലും പലരും ഇതിന് മുതിരാറില്ല. ഇവിടെയാണ് ജെയ്സ് വ്യത്യസ്തനാകുന്നത്. വരും നാളുകളിൽ ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ ഇത്തരം ശ്രമങ്ങൾ വഴിവെക്കുമെന്ന് കരുതാം. വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജൈനസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വലിയ ചിലവേറിയ ഒരു യാത്രയാണ്. അതിന് വഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയും കയ്യിലുണ്ട്, അതിന് മാറ്റിവെക്കാനുള്ള സമയവും കയ്യിലുണ്ട്. അതുകൊണ്ട് ജെയ്സിന് എന്തായാലും ആ ഒരു ആഗ്രഹം സബലീകരിക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ജെയ്സിന്റെ വിശേഷങ്ങൾ, പറയൂ. നമ്മുടെ നാട്, നമ്മൾ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു നാട് തന്നെയായിരിക്കും. അവിടുത്തെ കാഴ്ചകളും നമ്മൾ നിത്യം കാണുന്നത് തന്നെയാണ്. പക്ഷേ ഈ ജെയ്സ് വർഗീസ് എന്ന് പറയുന്ന ആൾക്ക് തൻ്റെ നാട്, അതിൻ്റെ ആകാശക്കാഴ്ച എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ കൗമാരപ്രായത്തിൽ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം തൻ്റെ 18-ാമത്തെ വയസ്സിൽ കാലിഫോർണിയയിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി അവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഇവിടെ വരികയും അതിനുശേഷം അദ്ദേഹം തൊടുപുഴയിൽ ഒരു വീട് വാങ്ങി അവിടെ താമസിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വണ്ടൻമേടിലേക്കുള്ള യാത്രകൾ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ യാത്രയിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം സ്വന്തം നിലയിൽ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയും ആ ഹെലികോപ്റ്റർ യാത്ര നടത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഇവിടെ നിന്ന് പറന്നുയർന്നത്. അദ്ദേഹം ഏതാണ്ട് 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിൽ എത്തി. ഇവിടെ നിന്ന് റോഡ് മാർഗം പോകണമെങ്കിൽ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഒരു സൈഡിൽ എടുക്കും. അതിനുശേഷം അവിടെ എത്തി അദ്ദേഹം പഠിച്ച സ്കൂളിൽ പോയി അവിടെയുള്ള ബന്ധുക്കളെ കണ്ടു. അതിനുശേഷം ഏതാണ്ട് 3 മണിയോട് ആകാശയാത്രയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജെയ്സിന് കഴിഞ്ഞു. ജെയ്സും ഹാപ്പി, നമ്മളും ഹാപ്പി.